സിനിമാ ലോകത്ത് മറ്റാർക്കും തൊടാനാകാത്ത ഉയരത്തിൽ നിന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച നടനാണ് വിജയ്. സിനിമാ ജീവിതം ഉപേക്ഷിച്ച് സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ച താരം ഈ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുകയാണ്. എന്നാൽ രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് ശേഷം വിജയ്ക്ക് നിരവധി തിരിച്ചടികളാണ് നേരിടേണ്ടി വരുന്നത്. കരൂരിലെ റാലിയിലുണ്ടായ അപകടവും അതിൽ 41 പേര് മരിച്ചതും വിജയുടെ ഇമേജിന് വലിയ ഡാമേജ് വരുത്തിയിരുന്നു. പിന്നാലെ ജനനായകന്റെ റിലീസ് തടയപ്പെട്ടതും വ്യക്തിജീവിതത്തിലെ ചില പ്രശ്നങ്ങളുമെല്ലാം വിജയുടെ രാഷ്ട്രീയ ഭാവിക്ക് കളങ്കം വരുത്തിയെന്നാണ് പലരുടെയും വിലയിരുത്തല്. എന്നാൽ ഇപ്പോൾ താരത്തിനെതിരെ മറ്റൊരു വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർട്ടിയിലെ വനിതാ സമ്മേളനത്തിലെ വിജയ് നടത്തിയ പ്രഖ്യാപനമാണ് വിമർശനങ്ങൾക്ക് വിധേയമായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാല് തന്റെ പാർട്ടി തമിഴ്നാട്ടിലെ സ്ത്രീകൾക്കായി ധാരാളം കാര്യങ്ങൾ ചെയ്യുമെന്നായിരുന്നു വാഗ്ദാനം. സ്ത്രീകൾക്ക് എല്ലാ മാസവും 2500 രൂപ, വിവാഹത്തിന് 1 പവന് സ്വർണവും 1 പട്ട് സാരിയും, അണ്ണന് സീര്, ചേട്ടന്റെ കടമ, കുഞ്ഞ് ജനിച്ചാല് 1/2 പവന് സ്വർണം, മാമന് സീര് എന്നിങ്ങനെ നൽകുമെന്നായിരുന്നു വിജയുടെ പ്രഖ്യാപനം. എന്നാൽ ഇതിനെ വിമർശിച്ച് ചിലർ രംഗത്തെത്തി. സർക്കാർ എന്ന ചിത്രത്തില് ഫ്രീബി പൊളിറ്റിക്സിനെതിരെ നായകനായ വിജയ് നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ഫ്രീയായി മിക്സിയും ഫാനും ലാപ്ടോപ്പുമെല്ലാം നൽകുന്ന രാഷ്ട്രീയക്കാർക്കെതിരെയായിരുന്നു നായകന്റെ മാസ് ഡയലോഗ്. ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകുന്ന കൈക്കൂലിയാണിതെന്നായിരുന്നു നായകനായ സുന്ദര രാമസ്വാമി പറഞ്ഞത്. ലോകേഷ് സംവിധാനം ചെയ്ത മാസ്റ്ററിലും ഇത്തരമൊരു ഡയലോഗുണ്ട്. പൊളിറ്റിക്സ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ കോളേജ് കഴിഞ്ഞ് പുറത്തിറങ്ങിയാല് കുപ്പിക്കും കോഴി ബിരിയാണിക്കും വേണ്ടി വോട്ട് ചെയ്യുന്നവരായി യുവതലമുറ മാറും എന്നായിരുന്നു മാസ്റ്ററിലെ ഡയലോഗ്. സിനിമയിലെ സൗജന്യ വാഗ്ദാനങ്ങൾക്കെതിരെ പ്രതികരിച്ച നായകന് റിയൽ ലൈഫിൽ അതിനെതിരായി പ്രവർത്തിക്കുന്നുവെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. സ്ക്രീനില് ഒരു കാര്യവും റിയൽ ലൈഫിൽ അതിനെതിരായും എന്നിങ്ങനെയാണ് പലരും വിജയെ വിമർശിക്കുന്നത്. എന്നാൽ പുരുഷാധിപത്യ സമൂഹത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഇത്തരം പ്രഖ്യാപനങ്ങളെന്നും അതിനെ എതിർക്കേണ്ട കാര്യമില്ലെന്നും വിജയ് അനുകൂലികൾ അഭിപ്രായപ്പെടുന്നു.